നമ്മുടെ മുമ്പത്തെ സെഷൻ ഇടയ്ക്ക് വെച്ച് കട്ടായി പോയതുകൊണ്ട് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്നൊരു പാർട്ടായിട്ടാണ് ഇൻ ദിസ് സെഷൻ. ലാസ്റ്റ് സെഷനിൽ നമ്മൾ കണ്ടതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ. ആക്ച്വലി നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് റൂമിനേറ്റീവ് റെസ്പോൺസ് സ്റ്റൈൽ തിയറിയെ കുറിച്ചിട്ടായിരുന്നു. റൂമിനേറ്റീവ് റെസ്പോൺസ് സ്റ്റൈൽസ് തിയറി ഓഫ് ഡിപ്രഷൻ. അതിൽ നമ്മൾ ജെൻഡർ ഡിഫറൻസസിനെ കുറിച്ചിട്ടായിരുന്നു ലാസ്റ്റ് സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് വിമൻ ആണ് റൂമിനേറ്റീവ് ടെൻഡൻസി കൂടുതൽ എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു. ഓക്കെ, ആൻഡ് ബൈ ദ എൻഡ് men in contrast are more likely to engage in a distracting activity or consume alcohol when they get in a depressed mood, and distraction seems to reduce depression. Distraction might include going to a movie, playing a sport, avoiding thinking about why they are depressed. The men depressive symptoms ഉണ്ടാകുമ്പോൾ അവർ പൊതുവെ ചെയ്യാറുള്ളൊരു കാര്യം, they'll engage in distracting activity. ചിലപ്പം ഡിസ്ട്രാക്റ്റിംഗ് ആക്ടിവിറ്റി ആയിട്ട് അവർ ചിലപ്പം ആൽക്കഹോൾ കൺസംഷൻ ആയിരിക്കും. ഓക്കെ, അപ്പം ഇനി അതല്ലാതെ ഡിസ്ട്രാക്ഷൻ ആക്ടിവിറ്റീസ് ആയിട്ട് അവർ ചിലപ്പോൾ മൂവിക്ക് പോകും, കളിക്കാൻ പോകുന്നു, അങ്ങനെയുള്ള, അല്ലെങ്കിൽ അവോയ്ഡ് തിങ്കിങ് അബൌട്ട് വൈ ദേ ആർ ഡിപ്രസ്ഡ്, എന്തുകൊണ്ടാണ് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്നത് എന്നുള്ളതിനെ ഉള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഉള്ള തിങ്കിങ് അവോയ്ഡ് ചെയ്യുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ആൻഡ് now we are moving towards the co-morbidity of anxiety and mood disorders. പലപ്പോഴും ആങ്സൈറ്റിയും മൂഡ് ഡിസോർഡേഴ്സും വളരെ കോമോർബിഡ് ആയിട്ട് രണ്ടും ഇടകലർന്ന് അല്ലെങ്കിൽ മിക്സ് ചെയ്ത് വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. സോ ഡിപ്രഷൻ ആൻഡ് ആങ്സൈറ്റി ക്യാൻ ബി ഡിഫറൻഷിയേറ്റഡ് ഇൻ എ റിലയബിൾ ആൻഡ് വാലിഡ് വേ, ഹാസ് റിസീവ്ഡ് എ ഗുഡ് ഡീൽ ഓഫ് അറ്റൻഷൻ ഓവർ ഇയേഴ്സ്. ബട്ട് റിസർച്ചേഴ്സ് വളരെ കുറച്ച് കാലമായിട്ട് മാത്രമാണ് കോമോർബിഡിറ്റി ഓഫ് ആൻസൈറ്റി മൂഡ് ഡിസോർഡേഴ്സിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡീസ് നടത്താനായിട്ട് തുടങ്ങിയത്. സോ ദ ഓവർലാപ്പ് ബിറ്റ്വീൻ മെഷേഴ്സ് ഓഫ് ഡിപ്രഷൻ ആൻഡ് ആൻസൈറ്റി ഒക്കേഴ്സ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് അനാലിസിസ്. പേഴ്സൺസ് സെൽഫ് റിപ്പോർട്ട്, ക്ലിനിക്കൽ റേറ്റിംഗ്, ഡയഗ്നോസിസ്, ഫാമിലി ആൻഡ് ജനറ്റിക് ഫാക്ടേഴ്സ്, ഇങ്ങനെ എല്ലാ ലെവൽസിലും ഈ കോമോർബിഡിറ്റിയെ പറ്റിയിട്ടുള്ള ഇവാലുവേഷൻസ് നടന്നിട്ടുണ്ട്. And patients who receive a diagnosis of mood disorder also receive a diagnosis of an anxiety disorder at some point of their lives and vice versa. ആൻസൈറ്റി ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ മൂഡ് ഡിസോർഡേഴ്സ് ഡയഗ്നോസ് ചെയ്തിട്ടുള്ള ഒരു ആൾക്കാരിൽ എപ്പോഴെങ്കിലും ലൈഫ് ടൈമിൽ മൂഡ് ഡിസോർഡർ ആണ് എങ്കിൽ ആൻസൈറ്റി ഡിസോർഡറും, ആൻസൈറ്റി ഡിസോർഡർ ആണെങ്കിൽ മൂഡ് ഡിസോർഡറും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. So there is a considerable evidence from the genetic and family studies of the close relationship between anxiety and unipolar depressive disorder. Genetic vulnerability നമ്മൾ നോക്കുകയാണെങ്കിലും ഫാമിലി സ്റ്റഡീസിലൊക്കെ പറയുന്നത് ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് ആൻസൈറ്റി ആൻഡ് യൂണിപോളാർ ഡിപ്രസീവ് ഡിസോർഡേഴ്സ് തമ്മിലുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വി ആർ മൂവിങ് ടുവേർഡ്സ് ദ interpersonal effects of മൂഡ് ഡിസോർഡേഴ്സ്. എന്തൊക്കെയാണ് മൂഡ് ഡിസോർഡേഴ്സിന്റെ ഒരു ഇന്റർപേഴ്സണൽ ഇഫക്ട്സ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്? ഓക്കെ, ഇന്റർപേഴ്സണൽ ഇഫക്ട്സിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലാക്ക് ഓഫ് സോഷ്യൽ സപ്പോർട്ട് ആൻഡ് സോഷ്യൽ സ്കിൽ ഡെഫിസിറ്റ്, ഇഫക്റ്റ് ഓഫ് ഡിപ്രഷൻ ഓൺ അതേഴ്സ്, മാരേജ് ആൻഡ് ഫാമിലി ലൈഫ്. ഇങ്ങനെ മൂന്നായിട്ട് ഇന്റർപേഴ്സണൽ ഇഫക്ട്സ് ഓഫ് മൂഡ് ഡിസോർഡേഴ്സിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ, ലാക്ക് ഓഫ് സോഷ്യൽ സപ്പോർട്ട് ആൻഡ് സോഷ്യൽ സ്കിൽ ഡെഫിസിറ്റ്സ്. ബ്രൗൺ ആൻഡ് ഹാരിസ് ആണ് ഈ ഒരു ഏരിയയിൽ വളരെ മേജർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തിയിട്ടുള്ളത്. ലാക്ക് ഓഫ് സോഷ്യൽ സപ്പോർട്ട് ആൻഡ് സോഷ്യൽ സ്കിൽ ഡെഫിസിറ്റ്സ്. ഡിപ്രഷനുള്ള ഡയഗ്നോസ് ചെയ്തിട്ടുള്ള ആൾക്കാരിൽ പൊതുവെ സോഷ്യൽ സപ്പോർട്ട് വളരെ കുറവായിട്ട് കാണുന്നുണ്ട്. ആൻഡ് ദേ ഹാവ് സോഷ്യൽ സ്കിൽ ഡെഫിസിറ്റ് ഇൻ മേജർ ഏരിയാസ്. മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന കാര്യത്തിൽ, കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിൽ ഒക്കെ സോഷ്യൽ സ്കിൽ ഡെഫിസിറ്റ്സും ഉള്ളതായിട്ട് സ്റ്റഡീസ് പറയുന്നുണ്ട്. ഓക്കെ,
സോ അവർ സോഷ്യലി ഐസൊലേറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഐസൊലേറ്റഡ് ആവുന്നത് കൊണ്ട് തന്നെ സോഷ്യൽ സപ്പോർട്ട് അവർക്ക് കുറഞ്ഞിരിക്കുന്നതായിട്ടും സ്റ്റഡീസ് സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, സോ അവർക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള സോഷ്യൽ നെറ്റ്വർക്ക്സും അവർക്ക് കുറവായിരിക്കും വെൻ കമ്പയർഡ് ടു അതർ പീപ്പിൾസ്. ഇനി സോഷ്യൽ സ്കിൽ ഡെഫിസിറ്റിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിലും ഡിപ്രഷനുള്ള ആൾക്കാരിൽ സോഷ്യൽ സ്കിൽ ഡെഫിസിറ്റ് കൂടുതലായിരിക്കും. കാരണം ദേ ഹാവ് ഡിഫിക്കൽട്ടി ടു മെയിൻറ്റെയിൻ ഐ കോണ്ടാക്ട്, അല്ലെങ്കിൽ അവർ പറയുന്നത് ഇപ്പോഴും വളരെ സ്ലോ ആയിട്ടും മൊണോട്ടോണസ് ആയിട്ട് ഒക്കെ ആയിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് സോഷ്യൽ സ്കില്ലിലുള്ള ഡെഫിസിറ്റ്സും വളരെയധികം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ദ സെക്കൻഡ് പോയിന്റ് ഈസ് ദ ഇഫക്റ്റ് ഓഫ് ഡിപ്രഷൻ ഓൺ അതേഴ്സ്. ഒരാൾക്ക് ഡിപ്രഷൻ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ദേ ഹാവ് ഇന്റർപേഴ്സണൽ പ്രോബ്ലംസ്. ഇപ്പം ഡിപ്രഷനുള്ള ആൾക്കാർക്ക് ഇന്റർപേഴ്സണൽ പ്രോബ്ലംസ് ഉള്ളതായിട്ട് സ്റ്റഡീസ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ബിഹേവിയറും ഇന്റർപേഴ്സണൽ ബിഹേവിയറും വളരെയധികം വേഴ്സ് ആയിട്ടുള്ളതായിട്ടാണ് സ്റ്റഡീസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി ഡിപ്രസീവ് ബിഹേവിയേഴ്സ് ക്യാൻ എലിസിറ്റ് behavior of someone who is depressed often places others in position of providing sympathy, support and care. പക്ഷേ ഇപ്പം ഡിപ്രഷൻ ഉള്ള ആൾക്കാർക്ക് സാധാരണഗതിയിൽ കോമൺ ആൾക്കാരുടെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് സിമ്പതി, അങ്ങനെയുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ കെയർ ഇതൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ അവർക്ക് ആവശ്യമായിട്ടുള്ള പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് പക്ഷെ കിട്ടുന്നില്ല എന്നാണ് സ്റ്റഡീസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് നെഗറ്റീവ് ഫീലിങ്സ്, അതുപോലെ റിജക്ഷൻ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്തു നിന്നാണെങ്കിലും റൂംമേറ്റ്സിൻ്റെ അടുത്തു നിന്നാണെങ്കിലും അല്ലെങ്കിൽ സ്പൗസിൻ്റെ അടുത്തു നിന്നാണെങ്കിലും ഒക്കെ അവർക്ക് റിജക്ഷൻ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതും സ്റ്റഡീസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ മാരേജ് ആൻഡ് ഫാമിലി ലൈഫ്. മാരേജ് ആൻഡ് ഫാമിലി ലൈഫ്, ഇന്റർപേഴ്സണൽ ആസ്പെക്ട്സ് ഓഫ് ഡിപ്രഷൻ വരുന്ന അനദർ ഒരു ഏരിയയാണ് മാരേജ് ആൻഡ് ഫാമിലി ലൈഫ്. ഫാമിലി റിലേഷൻഷിപ്പ്, മാരിറ്റൽ അല്ലെങ്കിൽ ഫാമിലി റിലേഷൻഷിപ്സ് ഡിപ്രഷൻ ഉള്ളതിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മെറൈറ്റൽ ഡിസാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഡിപ്രഷനുള്ള ആൾക്കാരിൽ കൂടുതലായിരിക്കും, ബോത്ത് മെൻ ആൻഡ് വിമൻ. ഓക്കെ, അപ്പം ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, മറ്റുള്ളവർ ക്രിട്ടിസൈസ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഡിപ്രഷൻ കൂടുതൽ അല്ലെങ്കിൽ റിക്കറൻസ് ഉണ്ടാവുന്നതായിട്ട് സ്റ്റഡീസ് പറയുന്നു. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്തതാണ് ഹൂലി ആൻഡ് കൊളീഗ്സ് ഇൻ 2009. അപ്പം അവർ നടത്തിയ സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഒരു ബ്രെയിൻ ആക്ടിവേഷൻ ഇൻ റെസ്പോൺസ് ടു മെറ്റേണൽ ക്രിറ്റിസിസം. അപ്പം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡിപ്രഷൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത പാർട്ടിസിപ്പൻസ് അവരുടെ അമ്മമാരെ കുറിച്ചിട്ടുള്ള ക്രിറ്റിസിസം കേൾക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് അങ്ങനെ റെസ്പോണ്ട് ചെയ്യുമ്പോൾ അവരുടെ ബ്രെയിനിലെ ഡോർസോലാറ്ററൽ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിലും ആൻറ്റീരിയർ സിംഗുലേറ്റ് കോർട്ടെക്സിലും ഡിപ്രഷൻ വന്നിട്ടുള്ള ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ ആക്ടിവേഷൻ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതായത് നോർമലായിട്ടുള്ള ആൾക്കാർക്ക് മെറ്റേണൽ ക്രിറ്റിസിസം കേൾക്കുന്ന സമയത്ത് they shown significantly greater activation in the dorsolateral prefrontal cortex and anterior cingulate cortex than do people who have history of depression but who are currently fully recovered. അപ്പം അവർക്ക് ഹിസ്റ്ററി ഓഫ് ഡിപ്രഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അവർ ഫുള്ളി റിക്കവേർഡ് ആയിട്ടുള്ള ഒരു ഫേസിലാണ്. അങ്ങനെയുള്ളവരെ നോർമൽ ആയിട്ടുള്ള ഹെൽത്തി, ഡിപ്രഷൻ വന്നിട്ടേ ഇല്ലാത്ത അല്ലെങ്കിൽ ഡിപ്രഷന്റെ ഹിസ്റ്ററി ഇല്ലാത്ത ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ട് അനുസരിച്ചിട്ട് അവർക്ക് ഡോർസോലാറ്ററൽ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിലും ആൻറ്റീരിയർ സിംഗുലേറ്റ് കോർട്ടെക്സിലും ഗ്രേറ്റർ ആക്ടിവേഷൻ ഉള്ളതായിട്ട് സ്റ്റഡീസ് ഇൻഡിക്കേറ്റ് ചെയ്യും. ആൻഡ് ലാസ്റ്റ് തിങ്, അമേഗ്ഡാലയുടെ ഒരു ആക്ടിവേഷൻ. ഈ പറയുന്ന ക്രിറ്റിസിസത്തിന്റെ സമയത്ത് amygdala activation during criticism is significantly greater in formerly depressed participants than in its control.
ഇപ്പോൾ നേരത്തെ ഡിപ്രഷൻ ഉണ്ടായിട്ടുള്ള ആൾക്കാരിൽ പക്ഷേ അമൈഗ്ഡാലയുടെ ആക്ടിവേഷൻ വളരെ സിഗ്നിഫിക്കൻ്റ്ലി കൂടുതലായിട്ടുണ്ട്. എപ്പോൾ? when they hear the criticism from their own mothers. അപ്പം അമ്മമാരിൽ നിന്ന് ക്രിറ്റിസിസം കേൾക്കുന്ന സമയത്ത് അമൈഗ്ഡാലയുടെ ആക്ടിവേഷൻ വളരെ കൂടുതലാണ് ആർക്ക്? ഫോമർലി ഡിപ്രസ്ഡ് ആയിട്ടുള്ള പാർട്ടിസിപ്പൻസിന് ദാൻ നോർമൽസ്. ഓക്കെ, സോ ദിസ് ഇസ് ഓൾ അബൌട്ട് interpersonal effects of mood disorders in your area. By this, I'm concluding about the session on causal factors, especially the psychological causal factors of unipolar disorders, and go through these sessions, the first part as well as this end portion. Prepare well for your examination, and thank you for listening.